ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ക്ഷേത്രങ്ങളിലും മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ഈ വെളുത്ത പൂവ് കണ്ടിട്ടുണ്ടോ? ഇതാണ് നന്ദ്യാർവട്ടം. വെളുത്ത നിറവും ചക്രാകൃതിയിലുള്ള പൂക്കളുമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ഒറ്റ ഇതളുകളും ഇരട്ട ഇതളുകളുമുള്ള ഇനങ്ങൾ കാണപ്പെടുന്നു. ഇത് അപ്പോസൈനേസി കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡാബർ നമോണ്ടാറ്റ ഡിവാരിക്കാറ്റ എന്നാണ്. മലയാളത്തിൽ നന്ദ്യാർവട്ടം എന്നും ഇംഗ്ലീഷിൽ ക്രേപ്പ് ജാസ്മിൻ, പിൻവീൽ ഫ്ലവർ എന്നും സംസ്കൃതത്തിൽ നന്ദ്യാവർത്തം, നന്ദിവൃക്ഷം എന്നും വിളിക്കുന്നു. നന്ദ്യാവർത്തം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് നന്ദ്യാർവട്ടം എന്ന പേര് ലഭിച്ചത്. നന്ദി എന്നാൽ സന്തോഷം, മംഗളം എന്നൊക്കെയാണ് അർത്ഥം. പൂവിൻ്റെ ഇതളുകൾ മനോഹരമായി വളഞ്ഞ് ചുഴി പോലുള്ള ആകൃതി ഉള്ളതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. കൂടാതെ പൂവിൻ്റെ ഇതളുകൾ കാറ്റാടിയുടെ ചിറകുകൾ പോലെ വളഞ്ഞ് കാണപ്പെടുന്നതുകൊണ്ട് ഇംഗ്ലീഷുകാർ ഇതിനെ പിൻവീൽ ഫ്ലവർ എന്നും വിളിക്കുന്നു. സൗന്ദര്യത്തിനു പുറമെ നന്ദ്യാർവട്ടത്തിന് ഔഷധ പ്രാധാന്യവുമുണ്ട്. ഇലകൾ, പൂക്കൾ, വേരുകൾ, തൊലി എന്നിവ പരമ്പരാഗത ചികിത്സകളിൽ ഉപയോഗിക്കുന്നു. ഫ്ലാവനോയിഡുകൾ, ഫിനോളിക് സംയുക്തങ്ങൾ, ഡാനിനുകൾ, സാപ്പോണിനുകൾ, ടെർപ്പിനോയിഡുകൾ, സ്റ്റിറോയിഡുകൾ, ഗ്ലൈക്കോസൈഡുകൾ, ഇൻഡോൾ ആൽക്കലോയിഡുകൾ തുടങ്ങിയ ജൈവ സജീവ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ പ്രവർത്തനങ്ങൾക്ക് സഹായകമാണെന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും ചർമ്മരോഗങ്ങൾക്കും കണ്ണ് സംബന്ധമായ അസുഖങ്ങൾക്കും പുറം പ്രയോഗമായി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ വീക്കം കുറയ്ക്കാനും വേദന ശമിപ്പിക്കാനും പനി, ദന്തവേദന എന്നിവയ്ക്ക് ചില നാടൻ ചികിത്സകളിൽ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ എനിക്കുണ്ടായ ഒരനുഭവം കൂടി നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. എൻ്റെ കണ്ണിൻ്റെ അകത്ത് വെള്ളമിഴിയിൽ ഒരു എട്ടുകാലി കടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ വെളുത്ത മിഴി പുറത്തേക്ക് ഉന്തി വരികയും കറുത്ത മിഴി ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ തന്നെ എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് നന്ദ്യാർവട്ടത്തിൻ്റെ 2-3 പൂവ് പറിച്ചെടുത്ത് ഇത്തിരി വെള്ളത്തിൽ തിരുമ്മിച്ചേർത്ത് അത് അരിച്ച് എൻ്റെ കണ്ണിൽ ഒഴിച്ചു. അപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പഴയ അവസ്ഥയിൽ ആവുകയും ചെയ്തു. ഇതെൻ്റെ അനുഭവമാണ്. എന്നാൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് നേരിട്ട് ഉപയോഗിക്കാവൂ. കൂടാതെ സൗന്ദര്യവും ഔഷധ ഗുണങ്ങളും ഒരുപോലെ സമ്മാനിക്കുന്ന പ്രകൃതിയുടെ മനോഹരമായ ഒരു വരദാനമാണ് നന്ദ്യാർവട്ടം. അതുകൊണ്ട് നമുക്ക് പ്രകൃതിയെ അറിഞ്ഞ് ആരോഗ്യത്തോടെ ജീവിക്കാം. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം സന്ധിക്കും വരെ ഏവർക്കും വണക്കം.